ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലെ പറഞ്ഞുവല്ലോ, നമ്മുടെ റെനയും ആര്യനും ചേർന്നിട്ടുള്ള ഒരു പ്രോബ്ലത്തെക്കുറിച്ച് സംസാരിച്ചുവല്ലോ ഇന്നലെ. അത് ഭയങ്കര പ്രശ്നമായി. കാരണം നൈറ്റ് എല്ലാവരും ഉറങ്ങുമായിരുന്നു. ആര്യൻ്റെ ബെഡിൽ നെവിൻ കിടക്കുന്നുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടി വന്നു. അപ്പോൾ നെവിനെ പിടിച്ചിട്ട് ആര്യൻ ഒരു ചവിട്ട് കൊടുത്തു. അപ്പോൾ നെവിൻ എണീച്ചു പോയി. അതിൽ പോയി റെന കിടന്നു. റെന അതിൽ പോയി കിടന്നു. ഇവർ മൂന്നുപേരും നല്ല ഫ്രണ്ടാണല്ലോ, ആര്യനും റെനയും നമ്മുടെ ജിസയിലും. അപ്പോൾ ഇവരെപ്പോഴും ഇങ്ങനെ സ്ഥിരമായി കിടക്കാറുണ്ട്. അവിടെ പോയി കിടന്നതുമേ നമ്മുടെ ആര്യം പോയിട്ട് റെനയുടെ മേലത്തൂടെ മേലെ അങ്ങനെ ടച്ചായില്ല. ആ കിടന്നത് കിടന്നില്ല, ടച്ചും ആയില്ല, മേലെ ഇങ്ങനെ ആയിട്ട് പിന്നെ എണീച്ച് പോയി. അത് റെനയ്ക്ക് ഭയങ്കരമായി ഫീലായി. അപ്പോൾ റെന എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ആര്യനോട് പോയിട്ട് നമ്മൾ മസ്താനിയും ലക്ഷ്മിയും ഉള്ള പ്രശ്നം വലുതായില്ലോ, അതേപോലെ പ്രശ്നങ്ങൾ വലുതാക്കരുത് എന്ന് പറഞ്ഞ് ഇത് സമാധാനത്തിൽ പോയി റെന നമ്മുടെ ആര്യനോട് പോയി സംസാരിക്കാൻ പോയി. ആര്യനാണെങ്കിൽ ഇത് ഇവള് പറയുമ്പോൾ തീരെ കേൾക്കുന്നുമില്ല. നീ ഇതിൽ വല്ല ടാസ്ക് ആക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇവളോട് ഷൗട്ട് ചെയ്യണു. പക്ഷെ ഇവള് സംസാരിച്ച് സമാധാനത്തിൽ എനിക്കിങ്ങനെ ഒരു ഫീലായി എന്നുള്ള കാര്യം പറയുമ്പോൾ അവനത് തീരെ മൈൻഡേ ചെയ്യുന്നില്ല. അവൻ ഭയങ്കര ദേഷ്യപ്പെട്ട് ഭയങ്കര ഒരു മാരിയൊക്കെ കാണിച്ചതുമേ റെനയ്ക്ക് ഭയങ്കര സങ്കടമായി. റെന ഒരേ കരച്ചിൽ. എന്നിങ്ങനെ ഞാൻ പറയണതിന് റെസ്പോൺസ് ചെയ്യാണ്ടാകുമ്പോൾ എനിക്ക് അത്രയും ഫീൽ ആയതുകൊണ്ട് ഞാൻ പറയുകയാണെന്ന് റെന പറയുന്നത് ആരും തീരെ മനസ്സിലാവുന്നതേ ഇല്ല. പിന്നെ നമ്മുടെ ജിസൈൽ വന്നിട്ട് ജിസൈൽ ഇവർ മൂന്നുപേര് ഫ്രണ്ടാണല്ലോ. ജിസൈൽ വന്നിട്ട് പറഞ്ഞു, ആര്യൻ എപ്പോഴുമേ ഒരു ഒരു പൊട്ടത്തരം ജാസ്തിയാണല്ലോ ആര്യന്. അത് കാരണം കൊണ്ട് ഇത് വലിയ കാര്യമാക്കണ്ട, എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്നും പറഞ്ഞിട്ട് പറഞ്ഞ് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആര്യം വന്നിട്ട് ലാസ്റ്റിൽ പറയുന്നു, ശരി സോറി, ഞാൻ ഓക്കെ സോറി, ഇനി ഇങ്ങനെ ചെയ്യില്ല എന്നുള്ള രീതിക്ക് പറയുന്നു. പക്ഷേ റെനി അത് ഓക്കെ എന്ന് സമ്മതിക്കുന്നുണ്ട് അവിടെ. ഓക്കെ, ഇനിയിപ്പോൾ ഒന്നും പറയാനില്ലല്ലോ, ശരി ഓക്കെ സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ എന്താ ചെയ്യുക എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ കൂടെ അനീഷ് ഉണ്ടല്ലോ, അനീഷ് ആര്യൻ വന്നപ്പോൾ മുതൽ ഒന്നും ഒരു സത്യം പോലും പറഞ്ഞിട്ടില്ല. അവൻ നോണയനാണ് പറഞ്ഞുകൊണ്ടേ ഉണ്ട് നമ്മുടെ അനീഷ്. പിന്നെ അനീഷ് ഒന്ന് പറഞ്ഞ് അത് വീണ്ടും വീണ്ടും കണ്ടിന്യൂഷൻ റിപ്പീറ്റഡ് കൊടുത്തുകൊണ്ടേ ഉണ്ടാവുമല്ലോ. അത് അപ്പോഴും ഇവന് ഇറിറ്റേഷൻ ആവുന്നുണ്ട്. പക്ഷെ ഇവന് ഏതിനും പ്രോപ്പറായിട്ട് ആൻസർ കൊടുക്കേണ്ട ആര്യം കിടന്നിട്ട് ഓടുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. പിന്നെ ഇവര് മൂന്നുപേര് ഇവ ആര്യം പറയണത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ മൂന്നുപേരും കൂടിയിട്ട് ഒന്നും കിടക്കാറുണ്ടല്ലോ, പിന്നെന്താ ഇവൾക്ക് പറ്റിയത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്നെ പറയുന്നുണ്ട്, ഞാൻ ഇവരുടെ കൂടെ കിടക്കുകയാണെങ്കിൽ പോലും ജിസൈലിൻ്റെ അടുത്താണ് ഞാൻ കിടക്കാറ്, ഇല്ലാണ്ട് ആര്യൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ അങ്ങനെ കിടക്കാറില്ല. ഒരു ബെഡ് കിടക്കുകയാണെങ്കിൽ പോലും ഇങ്ങനെ കിടക്കാറ്. പക്ഷെ എനിക്കത് ഫീൽ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നാണ് റെന പറയുന്നത്. റെന പറയുന്നതുകൊണ്ട് ന്യായമുണ്ട്. ഇത് വലുതാക്കണ്ട, നീ എനിക്ക് ഇങ്ങനെ ചെയ്തത് ഫീൽ ആവുന്നുണ്ട്, നീ അത് ഇതാക്കണ്ട എന്നാണ് പറഞ്ഞത്. അത് വീണ്ടും വീണ്ടും ഭയങ്കര ഇഷ്യൂസിലായി, പ്രശ്നമായി. പിന്നെ ഓക്കെ, സോറി പറഞ്ഞതോടെ ഓക്കെ ആയി. പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക് കൊടുത്തു, അതിൽ ജിഷൻ ജയിച്ചു. പിന്നെ വന്നിട്ട് നെവിൻ കിച്ചണിൽ പോയിട്ട് എന്ത് ചെയ്തറിയോ, പ്രത്യേകം ലാലേട്ടൻ പറഞ്ഞിരുന്നു, കിച്ചണിൽ പോയി ഓരോരുത്തരും ഓരോരോ ഇഷ്ടപ്പെട്ട ഓരോരോ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കരുത്, അവരുടേതായ ഒരു കറക്റ്റായിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലോ, അതേ വാങ്ങിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ നെവിൻ കേട്ടില്ല. അവിടെ പോയി മല്ലിയില എടുത്തു. അപ്പോൾ തന്നെ അനുമോൾ പറഞ്ഞു, ലാലേട്ടൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനും ഇങ്ങനെ ചെയ്യുന്നതെന്ന് അനുമോൾ പറഞ്ഞു. പക്ഷെ അവിടെ കേൾക്കണ്ടേ, പറയണതേ അനുസരിക്കണേ ഇല്ല അവൻ. ലാസ്റ്റിൽ നമുക്ക് ഇത് അനീഷിനെ കണ്ടത്, അനീഷിന് അങ്ങോട്ട് ദേഷ്യം വന്നു. ദേഷ്യം വന്ന് നിന്നോട് എടുക്കണ്ടെന്ന് പറഞ്ഞ് നീ എന്തുകൊണ്ടാണ് എടുത്തത്? ഒരു മല്ലിയിലയാണ് ഞാൻ എടുത്തതെന്ന് പറയുന്നത്. മല്ലിയിലയാണെങ്കിൽ പോലും അവിടെ നിന്ന് എടുക്കരുത്, നീ എടുത്തു പറഞ്ഞാൽ മറ്റുള്ളവർ അതേപോലെ എടുക്കില്ലേ, നീ അങ്ങനെ എടുക്കരുതെന്ന് പറഞ്ഞ് അനുസരിക്കണേയില്ല. നെവിൻ വന്നിട്ട് ഫുഡിലിട്ട് കഴിച്ചതുമേ നമ്മുടെ ഷാനവാസ് വന്നിട്ടുണ്ട്. ഷാനവാസ് വന്നിട്ട് അതിനെ പിടിച്ചിട്ട് ഒരു തട്ട്, നീ അതിലിടണ്ട പറഞ്ഞ് തട്ടിയതാണ്. അത് പൗളും അവിടുത്തെ ടംബ്ലറും ബിഗ് ബോസിൻ്റെ എല്ലാം കൂടെ താഴെ തട്ടി പൊട്ടിപ്പോയി. എന്താ ചെയ്യാന്നേ അറിയാത്തൊരവസ്ഥയായിരുന്നു. ശരി, എന്നോട് വെച്ച് കാണാമെന്നുള്ളതിൽ നമ്മുടെ ഷാനവാസ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നെവിൻ ഇതിലൊക്കെ പോയിട്ട് ക്യാമറയിൽ പോയി നോക്കിയിട്ടാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നെവിൻ എന്തെങ്കിലും ഒരു പ്രശ്നമായി എന്ന് വെച്ച് പറഞ്ഞാൽ, എപ്പോഴുമേ ഒരു പ്രോബ്ലം നടക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ, പ്രോബ്ലം നടക്കുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ ഇടയിൽ വന്ന് നിൽക്കും ക്യാമറ ഫേസ് കിട്ടാൻ വേണ്ടിയിട്ട്. എപ്പോഴുമേ ഒന്നിൽ കഴിക്കുകയാണെങ്കിൽ പോലും എല്ലാവരും കൂടി പ്രശ്നം ഉണ്ടാക്കുമ്പോൾ സെൻറ്ററിൽ പോയി നിന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കും നെവിൻ്റെ ഒരു പ്രത്യേക ഒരു സ്വഭാവമുണ്ട്. ബിഗ് ബോസ് വന്നിട്ട് ഓപ്പൺ നോമിനേഷൻ 8 പേരും നമ്മുടെ കൺഫെക്ഷൻ റൂമിൽ പോയിട്ട് 8 പേരും നോമിനേഷൻ ചെയ്യണം.
പിന്നെ നോമിനേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ നെവിൻ എന്ത് ചെയ്തറിയോ, നെവിനെ കുറിച്ച് ഷാനവാസ് എന്ത് ചെയ്തറിയോ, നെവിൻ എപ്പോഴുമേ ഈ ബിഹേവ് ചെയ്യുന്നത് നമുക്ക് നല്ല ഫീൽ ആയിട്ടില്ല. നിറയെ ടൈം വന്നിട്ട് നെവിൻ്റെ ബിഹേവിയേഴ്സ് അത്ര നന്നായിട്ട് എനിക്ക് ഫീൽ ആയിട്ടില്ല എന്നുള്ള രീതിക്ക് ഷാനവാസ് അത് അവിടെ പറഞ്ഞു. അത് പറഞ്ഞത് വന്നിട്ട് അവിടെ ഭയങ്കര ഊക്കം പ്രശ്നമായി. നെവിനും ഷാനവാസിനും ഒക്കെ കൂടിയിട്ട് ഊക്കം പ്രശ്നമായി. പിന്നെ അത് കഴിയുമ്പോഴേക്കും ആര്യം വീണ്ടും റെനയോട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിട്ടില്ല. വീണ്ടും 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 പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അത് വീണ്ടും അവിടെ ഒരു വിഷയമായി മാറിയില്ലേ. ഇവർക്ക് കണ്ടന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് തോന്നുന്നു വീണ്ടും വീണ്ടും ചെറിയ ചെറിയ കാര്യങ്ങൾ കിട്ടുമ്പോഴേക്കും വലിയ പ്രശ്നമാക്കി കൊണ്ടേയിരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ ഇല്ലാത്ത കാര്യത്തിനെ കുറിച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വലിയൊരു കണ്ടന്റ് കൊടുത്ത മാതിരിയാണ്, വലിയ കണ്ടന്റ് ഉണ്ടാക്കിയ മാതിരിയാണ് എല്ലാവർക്കും ഫീൽ ചെയ്തത്. ചെറിയ ചെറിയ കാര്യത്തിന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. ബിഗ് ബോസ് ഇവർക്കൊക്കെ ഒരു വലിയ ടാസ്കും ഒക്കെ കൊടുക്കണം ബിഗ് ബോസ്. അപ്പം മാത്രമേ ഇവർ വന്നിട്ട് കുറച്ച് ഒതുങ്ങിയിരിക്കുള്ളൂ എന്നാണ് തോന്നുന്നത്. പിന്നെ ലക്ഷ്മി മസ്താനി പോയല്ലോ, അപ്പം ലക്ഷ്മി വന്നിട്ട് ഇപ്പോൾ ഒറ്റപ്പെട്ടൊരു ഫീലായി അവൾക്ക്. എല്ലാവരോടും പോയിട്ട് പിള്ളേർ പോയി എല്ലാവരോടും പോയി മിങ്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലക്ഷ്മി. ഇത്രയും സീസൺ കഴിഞ്ഞു, അതിൽ ഈ സീസണിലാണ് ഏറ്റവും മോശമായ കണ്ടസ്റ്റൻസ് എന്ന് ബിഗ് ബോസെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പ്രവീൺ പുറത്ത് വന്നപ്പോൾ ലാലേട്ടന് മുൻവശത്തെ വെച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു. ഈ സീസണിൽ ഇത്രയും എല്ലാവർക്കും ഒരു മെച്യൂരിറ്റി ആയ പിള്ളേരാണ്. ഭയങ്കര എന്നും കിച്ചണിൽ പ്രശ്നം തന്നെ. ഇനി ആ കിച്ചണിലെ പ്രശ്നങ്ങളെ തീർന്നിട്ടില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും പണി. ടാസ്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആയിരിക്കും. ഇതൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡ്. എല്ലാവരും മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും നാളെ കാണാം. ബൈ.